ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ എന്തൊക്കെയുണ്ട് എല്ലാവരും വിശേഷം? എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറഞ്ഞാൽ നിങ്ങൾ തംബ്നെയിൽ കണ്ടതുപോലെ തന്നെ നമുക്ക് സെക്കൻഡുകൾ കൊണ്ട് നല്ലൊരു ഡോർമാറ്റ് ഉണ്ടാക്കിയെടുക്കാൻ കഴിയും കേട്ടോ. അപ്പോൾ സെക്കൻഡുകൾ കൊണ്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതൊക്കെയാണ് ഈസി ആയിട്ട് നമുക്ക് ഇപ്പോൾ ചവിട്ടി ഉണ്ടാക്കണം എന്ന് നമുക്ക് തോന്നുകയാണെന്നുണ്ടെങ്കിൽ അപ്പോൾ തന്നെ നമുക്ക് റെഡിയാക്കി എടുക്കാൻ പറ്റുന്ന ഒരു എളുപ്പത്തിലുള്ളൊരു ചവിട്ടിയാണ്. നല്ല ഭംഗിയുണ്ട്, നല്ല വൃത്തിയായിട്ട് കിടക്കുകയും ചെയ്യും കേട്ടോ. അപ്പോൾ അതിന് ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത് വേസ്റ്റ് തുണികളാണ് കേട്ടോ. നമുക്ക് വേണ്ടാത്ത ചുരിദാർ, നൈറ്റി, ഷോള് അങ്ങനത്തെ എന്ത് വേണമെങ്കിലും നമുക്ക് എടുക്കാം. അപ്പോൾ ഞാനിവിടെ 2 ചുരിദാറും ഒരു ഷോളും എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ കട്ട് ചെയ്യാൻ നമുക്ക് പ്രത്യേകിച്ച് വീഡിയോ നീളോ ഒന്നും എടുക്കണമെന്നില്ല കേട്ടോ. ഇനി വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് എടുക്കാം. അപ്പോൾ ഞാൻ എടുക്കുന്ന വീതി ഞാൻ എത്രയാണെന്ന് ഞാൻ പറഞ്ഞു തരാം. അപ്പോൾ ഞാനിതിന്മേ എടുക്കുന്നത് 17 ഇഞ്ച് വീതിയാണ് കേട്ടോ. 17 ഇഞ്ച് വീതി നമുക്ക് കിട്ടും. അപ്പോൾ ഞാൻ ഈ ഒരു വീതി തന്നെ എടുക്കുകയാണ്. പിന്നെ ലെങ്ത്ത് കൊടുക്കുന്നത് താഴെ ഭാഗം നമുക്ക് ഇവിടെ കട്ട് ചെയ്ത് കളയും. അതിന് ശേഷം ബാക്കി വരുന്നത് 24 ഇഞ്ചാണ്. അപ്പോൾ ഈ ഒരു നീളത്തിലും വീതിയിലാണ് ഞാൻ കട്ട് ചെയ്യണത്. ഇപ്പോൾ വീതി 17 ഇഞ്ചിലും ഇതേപോലെ മാർക്ക് ചെയ്യുക. എന്നിട്ട് നമ്മൾ കട്ട് ചെയ്യുക. തുണി ഇടുമ്പോൾ മറിച്ചിട്ട് ഇടണം കേട്ടോ. ഇത് തയ്ച്ച ഡ്രസ്സാണല്ലോ. തയ്ച്ച ഡ്രസ്സാകുമ്പോൾ നമുക്ക് ഇതിൻ്റെ ഉൾവശം പുറമൊക്കെ ആക്കിയിട്ട് ഇട്ട് കൊടുത്തിട്ട് വേണം ഇത് കട്ട് ചെയ്ത് എടുക്കാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ ഡ്രസ്സുകൾ നമുക്ക് ഒരുമിച്ചിട്ടും കട്ട് ചെയ്യാം. അപ്പോൾ എൻ്റെ കത്രിക മൂർച്ച കുറവുകൊണ്ടാണ് ഞാനിത് ഒരുമിച്ചിട്ട് കട്ട് ചെയ്യാത്തത്. ഇനി ഇത് വെച്ചിട്ടാണ് ഞാൻ ഷാള് കട്ട് ചെയ്യുന്നത്. ഷാളും ഇതേപോലെ 2 മടക്കാക്കിയിട്ട് ഇട്ട് കൊടുത്തിട്ട് അത് വെച്ചിട്ട് കട്ട് ചെയ്തു. അതേപോലെ തന്നെ ഈ ഒരു ടോപ്പും ഞാൻ ഇതിമേ വെച്ചിട്ട് കട്ട് ചെയ്യാണ്. അപ്പോൾ ഇത് 3ഉം കൂടി നമ്മൾ നോക്കുമ്പോൾ 6 ലെയറായിട്ട് കിട്ടും കേട്ടോ. അപ്പോൾ ഒരു 6 ലെയറൊക്കെ വേണം നമുക്ക് ചവിട്ടി സ്റ്റിച്ച് ചെയ്യാൻ. എന്നാലേ നമുക്ക് നല്ലൊരു കട്ടിയും ഒക്കെ കിട്ടുള്ളൂ. ചവിട്ടിയായിട്ട് തന്നെ നമുക്ക് തോന്നുള്ളൂ. താഴെ ഭാഗം കോട്ടൻ്റെ തുണി ഉപയോഗിക്കുന്നതാണ് കേട്ടോ നല്ലത്. അല്ലെങ്കിൽ നമ്മൾ ടൈൽസുമൊക്കെ ഇടുമ്പോൾ തെന്നി നീങ്ങാൻ സാധ്യത ഉണ്ട്. അപ്പോൾ താഴത്തെ തുണി കോട്ടൺ ഉപയോഗിക്കുക. മുകളിലേക്കുള്ള തുണി നമുക്ക് പോളിസ്റ്റർ ആയാലും കുഴപ്പമൊന്നുമില്ല. ഇതിൻ്റെ സെൻറ്ററിൽ കൂടെ ഒന്ന് മാർജിന് വരച്ച് കൊടുക്കുക. അപ്പോൾ ഞാനിത് തെന്നി നീങ്ങാതിരിക്കാൻ വേണ്ടിയിട്ട് ഒന്ന് പിൻ ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് ഇതാ ഇതിൻ്റെ സെൻറ്ററിൽ കൂടെ ഇങ്ങോട്ടും മാർജിൻ വരയ്ക്കുക. ഇനി നമ്മൾ ഇങ്ങനെ മാർജിൻ വരച്ചതിന് ശേഷം ഇതാ ഇതിൻ്റെ നടുവശം ഒന്ന് കണ്ടുപിടിച്ചിട്ട് ഈ ഒരു ഭാഗം നമുക്കൊന്ന് മാർജിൻ വരച്ച് കൊടുക്കാം. അപ്പോൾ ഇതാ ഇവിടെ മാർജിൻ വരച്ച് കൊടുത്തു. ഇനി നമുക്ക് ഈ ഒരു ഭാഗത്തും അതേപോലെ തന്നെ മാർക്ക് ചെയ്തിട്ട് മാർജിൻ വരച്ച് കൊടുക്കുക. എന്നിട്ട് ഈ മാർജിനിലൂടെ നമ്മൾ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കണം. അപ്പോൾ നമുക്കിതൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. അപ്പോൾ അതിൻ്റെ മുന്നായിട്ട് നമുക്ക് ഇതിൻ്റെ സൈഡ് ഒന്ന് തയ്ക്കാൻ വേണ്ടിയിട്ട് ഒരു തുണി കട്ട് ചെയ്യട്ടോ. അപ്പോൾ ഇതും നമ്മൾ ഉപയോഗിക്കാത്ത ചുരിദാറിൻ്റെ തുണിയാണ് കേട്ടോ. അപ്പോൾ ഇതിൽ നിന്നൊരു 2.25 അല്ലെങ്കിൽ 3 ഇഞ്ച് വീതിയിൽ തുണി നമുക്ക് കട്ട് ചെയ്തെടുക്കാം. ഇനി കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഈ ഒരു മാർജിൻ വരച്ചല്ലോ അതിൻ്റെ ആ ഒരു മാർജിൻ്റെ മീതെ കൂടെ നമുക്ക് സ്റ്റിച്ച് കൊടുക്കാം. അപ്പോൾ ഞാൻ കറക്റ്റ് സെൻറ്ററിൽ ആദ്യം സ്റ്റിച്ച് കൊടുക്കാം കേട്ടോ. അപ്പോൾ നമുക്ക് നമ്മൾ തുണി തെന്നി നീക്കാതെ കറക്റ്റ് അളവിൽ തന്നെ നമുക്ക് കിട്ടും. ഇതേപോലെ സെൻറ്ററിലേക്ക് കൊണ്ടുവന്നു. ഇനി നമ്മൾ ഈ ഒരു സൈഡിൽ കൂടെ കൊണ്ടുവന്നിട്ട് ഈ ഒരു വീതിക്കുള്ള ലൈനൊക്കെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുക കേട്ടോ. ലൈനിൻ്റെ മീതെ കൂടെ സ്റ്റിച്ച് ചെയ്തെടുക്കാം. അതുപോലെ തന്നെ ഈ അരികു കൂടെ നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കണം. അപ്പോൾ ഇത് നമുക്ക് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ്. ഇങ്ങനെ ഒരു മാർജിൻ ഇട്ട് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മളെ തയ്യൽ വളയാതെ ചവിട്ടിക്ക് നല്ല ഭംഗിയായിട്ട് തന്നെ കിടക്കും കേട്ടോ. അപ്പോൾ നിങ്ങൾ ഉപയോഗിക്കുമ്പോൾ സെയിം നൂല് ഉപയോഗിക്കുക. ഞാൻ കളർ ചേഞ്ച് ഇല്ല നൂലാണ് ഉപയോഗിച്ചിട്ടുള്ളത്. നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ട് ഉപയോഗിച്ചതാണ്. അത്ര ബോറായിട്ട് തോന്നാത്ത രീതിയിലുള്ളൊരു നൂലാണ് കേട്ടോ ഞാൻ ഉപയോഗിച്ചിട്ടുള്ളത്. ഇതേപോലെ നമ്മൾ ഈ ഒരു അറ്റവശത്തേക്ക് കൊണ്ടുവരിക. ഇനി നമുക്ക് ഈ ഒരു സൈഡും അടിച്ചെടുക്കാം. ആദ്യം നമ്മൾ നീളത്തിന് നമ്മൾ മാർജിൻ വരച്ചുകൂടെ തയ്ച്ചെടുത്തതിന് ശേഷമാണ് നമുക്ക് ചുറ്റുഭാഗം തയ്ച്ചെടുക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. ഇപ്പോൾ നമ്മൾ വീതിക്ക് തയ്ച്ചെടുത്തു, അതിൻ്റെ ചുറ്റുഭാഗം തയ്ച്ചെടുത്തു. ഇനി നമുക്ക് നീളത്തിന് അതിൻ്റെ സെൻറ്ററിലൊന്ന് തയ്ച്ചെടുക്കാനുണ്ട്. അപ്പോൾ അതും കൂടി നമുക്ക് തയ്ച്ചെടുക്കാം. ഇതിൻ്റെ നീളത്തിന് ഒരു സെൻറ്ററിൽ നമ്മൾ ആദ്യം ഒരു വര വരഞ്ഞിരുന്നല്ലോ. അപ്പോൾ അതിൻ്റെ മീതെ കൂടെ ഇതേപോലെ സ്റ്റിച്ച് ചെയ്തെടുത്തു.
ഇനി നമ്മൾ ഇനിയും ഇതിൻ്റെ മീതെ കൂടെ സ്റ്റിച്ച് കൊടുക്കാനുണ്ട്. ഇപ്പം നമുക്ക് ഇതേപോലെ കോളായിട്ടാണല്ലോ നമുക്ക് ഓരോ ലെയറും കിട്ടിയിട്ടുള്ളത്. ഇനി നമുക്ക് ഇതിൻ്റെ മൂലയോട് മൂലമായിട്ട് നമുക്ക് സ്റ്റിച്ച് കൊടുക്കണം കേട്ടോ. അപ്പോൾ നമ്മൾ വരക്കണം എന്നില്ല, നമുക്ക് ഇങ്ങനെ ഈ ഒരു മൂലയിലൂടെ ഈ ഒരു മൂലയിലേക്ക് ഇതേപോലെ സ്റ്റിച്ച് കൊടുക്കുക. എന്നിട്ട് ഈ ഒരു മൂലയിൽ നിന്നും ഇതേപോലെ ഇങ്ങനെ ഓരോ കോളത്തിനനുസരിച്ച് നമ്മൾ ഇങ്ങനെ കൊടുക്കണം. പിന്നെ രണ്ടാമത് റിപ്പീറ്റ് ഇങ്ങനെ ഇൻറ്റു വരുന്ന രീതിയിൽ നമുക്ക് കൊടുക്കണം. അപ്പോൾ ഞാനിത് വരച്ചിരുന്നു, നമ്മളെ ക്യാമറ ഓഫായി പോയിട്ടോ. അപ്പോൾ ഞാൻ സ്റ്റിച്ച് ചെയ്യുമ്പോൾ കാണിച്ചു തരാം എങ്ങനെയാണ് നമ്മൾ അത് സ്റ്റിച്ച് ചെയ്ത് എടുക്കുന്നത്. ഈസി ആയിട്ട് തന്നെ നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മളൊരു തലക്കന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് അങ്ങേ അറ്റം വരെ നമുക്ക് സ്റ്റിച്ച് ചെയ്ത് പോകട്ടെ. അതിൻ്റെ ഇടയ്ക്ക് നമുക്ക് നൂല് പൊട്ടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇതിൻ്റെ കറക്റ്റ് ഈ ഒരു കോളത്തിൻ്റെ സെൻറ്ററിൽ കൂടെ നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കുക. ഇനി നമ്മൾ ഈ ഒരു കോളത്തിലേക്കാണ് കൊണ്ടുവരുന്നത്. ഇതിൻ്റെ ഈ ഒരു മൂലയിലേക്ക്. ഇനി നമ്മൾ ഈ ഒരു മൂലയിൽ നിന്നും ഇങ്ങേ മൂലയിലേക്ക് ഇതേപോലെ കൊണ്ടുവരാം. ഇനി ഇവിടെ നിന്നും ഈ ഒരു മൂലയിലേക്ക് ഇങ്ങോട്ടും കൊണ്ടുവരാം. ഇങ്ങോട്ട് ഇങ്ങനെയും കൊണ്ടുവന്നു. ഇപ്പോൾ നമ്മൾ ചില കോളങ്ങൾ മാത്രമേ നമുക്ക് കിട്ടിയിട്ടുള്ളത്. ഇനി അടുത്തത് നമ്മൾ ഈ ഒരു ഓപ്പോസിറ്റ് ഉള്ള കോളുണ്ടല്ലോ, ഓപ്പോസിറ്റ് ഭാഗത്ത് നിന്നും ഇനി നമുക്ക് തുടങ്ങാം. ഇപ്പോൾ കണ്ടില്ലേ, ഇങ്ങനെയാണ് ഞാൻ സ്റ്റിച്ച് ചെയ്ത് എടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് ഈ ഒരു മൂലയിൽ നിന്നും തുടങ്ങി എടുക്കാം. ഇപ്പോൾ നമ്മൾ ആദ്യം തയ്ച്ച അതേപോലെ തന്നെ അതിൻ്റെ നേരെ ഓപ്പോസിറ്റും ഇതേപോലെ തയ്ച്ചെടുത്തു. ഇനി നമ്മൾ സ്റ്റിച്ച് ഇനി ഒന്നും കൂടി കൊടുക്കാം. അപ്പോൾ ഞാനൊരു സ്റ്റിച്ചും കൂടി കൊടുക്കുന്നുണ്ട് അതിൻ്റെ നേരെ ഇൻറ്റു വരത്തക്ക രീതിയിൽ. അപ്പോൾ ഈ ഒരു സ്റ്റിച്ച് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഉപയോഗിച്ചാൽ മതി. ഞാനൊന്നും കൂടി ഭംഗിയായിട്ട് കിടക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു സ്റ്റിച്ചും കൂടി കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് രണ്ടാമത്തെ ഈ ഒരു കോളത്തിൽ നിന്നും തുടങ്ങുക. കണ്ടില്ലേ, ഇവിടുന്ന് നമ്മളത് ക്ലോസ് ചെയ്ത് അവിടെ ഇൻറ്റു ആയി. ഇനി നമ്മൾ നേരെ ഈ ഒരു ഭാഗത്തേക്ക് ഇങ്ങോട്ടും കൊടുക്കുക. കണ്ടില്ല, അപ്പോൾ ഇവിടെയും നമുക്ക് ഇൻറ്റു ആയി. പിന്നെ നേരെ ഇങ്ങോട്ട് ഈ ഒരു കോളത്തിൻ്റെ സെൻറ്ററിൽ കൂടെ സ്റ്റിച്ച് കൊടുക്കുക, അവിടെയും ഇൻറ്റു ആയി. അപ്പോൾ നമുക്ക് ഇവിടെ ഇൻറ്റു ആക്കാൻ പറ്റില്ല. അത് നമ്മൾ റിട്ടേൺ തിരിച്ച് വരുമ്പോൾ നമുക്ക് ആ ഒരു കോളം ഇൻറ്റു ആയി കിട്ടും. അപ്പോൾ ഇവിടെയും നമുക്ക് ഇങ്ങനെ ഈ ഒരു മൂലയിൽ നിന്ന് ഈ ഒരു മൂലയിലേക്ക് കൊണ്ടുവരാം. ഇനി ഈ കോളവും അതേപോലെ തന്നെ നമുക്ക് ചെയ്തെടുക്കാം. ഇവിടെ വരെ നമ്മൾ സ്റ്റിച്ച് ചെയ്തിട്ടു. ഇനി നമ്മൾ ഈ ഒരു മൂലയിൽ നിന്നും നേരെ സൂചി കുത്തി നിർത്തിയിട്ട് ഈ ഒരു മൂലയിലേക്ക് ഇൻറ്റു ആയിട്ട് തന്നെ നമ്മളിങ്ങനെ കൊണ്ടുവരിക. അപ്പോൾ നമ്മൾ സ്റ്റാർട്ട് ചെയ്ത ആ ഒരു ഭാഗത്തേക്ക് എത്തിയിട്ടുണ്ട്. ഈ ഒരു കോളാണ് നമുക്ക് പൂർത്തിയാക്കാൻ പറ്റാതിരുന്നത്. ഇത് നമുക്ക് അവസാനം ഇങ്ങോട്ട് തന്നെ തിരിച്ചെത്തി ഇവിടെ നമുക്ക് കെട്ടിട്ട് നിർത്തി കൊടുക്കുക. അപ്പോൾ കണ്ടില്ല, എല്ലാ കോളങ്ങളും നമുക്ക് ഇൻറ്റു ആകൃതിയിലായിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുത്താൽ മതി. അപ്പോൾ ഒരു തലക്കന്ന് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ അവസാനം വരെ നമ്മൾ സ്റ്റിച്ച് നിർത്താതെ നൂല് പൊട്ടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. നമുക്ക് ഇതേപോലെ സ്റ്റിച്ച് ചെയ്ത് എടുത്താൽ മതി. അപ്പോൾ നമ്മളെ ഈ ഒരു ചവിട്ടിൻ്റെ തുണിയൊക്കെ നല്ല വൃത്തിയായിട്ട് ഭംഗിയായിട്ട് തന്നെ കിടക്കും. നമുക്ക് എക്സ്ട്രാ തൂങ്ങിക്കിടക്കുന്ന ഭാഗമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് ചുറ്റുഭാഗം ഒന്ന് കട്ട് ചെയ്ത് ലെവൽ ചെയ്ത് കൊടുക്കാം. ഇതിന് ശേഷം നമ്മൾ 3 ഇഞ്ച് കട്ട് ചെയ്ത് വെച്ച തുണി ഉണ്ടല്ലോ, അത് വെച്ചിട്ട് നമുക്ക് ഇതിൻ്റെ സൈഡ് ഭാഗം ഒന്ന് ഫിനിഷ് ചെയ്യാം. അപ്പോൾ അത് 1/2 ഇഞ്ച് ഉള്ളിലേക്ക് അടക്കി വെച്ചെടുക്കുക. ചീത്തവശത്തേക്ക് മറിച്ച് വെച്ച് കൊടുത്തിട്ട് 1/2 ഇഞ്ച് വീതിക്ക് ഇതേപോലെ തയ്ച്ച് പോരുക. അപ്പോൾ നമുക്ക് മൂലയുടെ ഈ ഒരു ഭാഗം 2 രീതിയിൽ ശരിയാക്കി എടുക്കട്ടോ. ഈ ഒരു അളവിൽ നമുക്ക് കട്ട് ചെയ്തും തയ്ക്കാം, കട്ട് ചെയ്യാതെയും തയ്ക്കാം. അപ്പോൾ ഞാനിവിടെ കട്ട് ചെയ്ത് കണ്ടാണ് ഇപ്പോൾ തയ്ച്ചിട്ടുള്ളത്. ഇതേപോലെ കട്ട് ചെയ്തിട്ട് പിന്നെ ഈ ഇങ്ങോട്ടുള്ളൊരു പീസ് ഇതേപോലെ വെച്ച് കൊടുക്കുക. വെച്ചിട്ട് 1/2 ഇഞ്ച് വീതം നമ്മൾ ഇങ്ങനെ തയ്ക്കുക. ഇനി ഞാൻ ഈ ഒരു മൂലയിൽ കട്ട് ചെയ്യാതെ എങ്ങനെയാണ് ചെയ്യുന്നത് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഈ ഒരു ഭാഗത്ത് എത്തുമ്പോൾ ഈ ഇങ്ങോട്ടുള്ള തുണി സ്ട്രെയിറ്റ് ആയിട്ട് ഇങ്ങനെ വെച്ച് കൊടുക്കുക. അപ്പോൾ നമുക്ക് ഇവിടെ ഒരു കോണ് ആകൃതിയിൽ കിട്ടും. അവിടെ ചെറിയൊരു ഇങ്ങനെ മടക്കിയിട്ട് ഇതേപോലെ 1/2 ഇഞ്ചിൽ ഇങ്ങോട്ട് തയ്ച്ചെടുക്കുക. ഇങ്ങോട്ട് തയ്ച്ചെടുക്കുക. അപ്പോൾ ഒന്നും കൂടി ഈസി എനിക്ക് തോന്നുന്നത് ഈ ഒരു മെത്തേഡാണ്. നമുക്ക് കട്ട് ചെയ്യേണ്ട ആവശ്യമില്ല. നീളത്തിന് തുണി എടുത്തിട്ട് ഇതേപോലെ ചെയ്തെടുത്താൽ മതി. ഇതേപോലെ അവിടെ ഒന്ന് മടക്കി കൊടുക്കുക. എന്നിട്ട് ഈ ഒരു ഭാഗത്തേക്കും ഇങ്ങനെ 1/2 ഇഞ്ചിൽ തയ്ച്ച് പോരും. അപ്പോൾ ഇതിൻ്റെ മുന്നേ ഞാൻ ചവിട്ടിയുടെ വേറൊരു വീഡിയോ ഒക്കെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ നമ്മളെ ചാനലിൽ കയറി കണ്ട് നിങ്ങൾ വീഡിയോ ഒക്കെ ഒന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യട്ടോ. അപ്പോൾ വീഡിയോ ഒക്കെ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് തരാനും അതുപോലെ തന്നെ കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത്. പിന്നെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബൊക്കെ ചെയ്ത് കണ്ട് ഒന്ന് കൂടുക. ഇനി നമ്മൾ ഈ ഒരു അരുഭാഗം ഇങ്ങനെ തയ്ച്ച് പോരുകയാണ് ചെയ്യുന്നത്. കവർ ചെയ്ത് കണ്ട് ചുറ്റുഭാഗം ഇതേപോലെ തയ്ച്ച് പോരും കേട്ടോ. നമുക്ക് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റിയൊരു മെത്തേഡാണ് ഈ ഒരു
ചവിട്ടിയിട്ട് നമ്മൾ മറ്റേ ഇതൾ വെച്ചിട്ടൊക്കെ തയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരുപാട് റിസ്ക് പിടിച്ചിട്ടുള്ള പണിയാണ്. നമ്മളെ സമയവും ഒരുപാട് നഷ്ടപ്പെടും. അപ്പോൾ ഇത് നമുക്ക് സെക്കൻഡുകൾ കൊണ്ട് നമുക്ക് റെഡിയാക്കി എടുക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ ഇതേപോലെ നിങ്ങളൊന്ന് തയ്ച്ച് നോക്കുക. കണ്ടില്ല, നമ്മളെ ചവിട്ടി നല്ല നീറ്റായിട്ട് തന്നെ കിടക്കുന്നുണ്ട്. ഈ ഒരു സ്റ്റിച്ച് ഇട്ടത് കൊണ്ട് തന്നെ നമ്മളെ തുണിക്ക് നല്ലൊരു ഭംഗിയായിട്ടും കിടക്കും, നല്ല നീറ്റായിട്ടും കിടക്കും. അപ്പോൾ നമ്മൾ അതിൻ്റെ അടിഭാഗമാണ്, ഇത് കോട്ടൻ്റെ തുണിയാണ് വെച്ചിട്ടുള്ളത്. അവിടെ ഞാൻ ബ്ലാക്ക് നൂലാണ് കേട്ടോ ഉപയോഗിച്ചിട്ടുള്ളത്, നിങ്ങൾക്ക് സ്റ്റിച്ച് ശരിക്കും കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ കണ്ടില്ല, നമ്മൾ ഇങ്ങനെയാണ് വരുന്നത്. അപ്പോൾ ഞാൻ 2 ചവിട്ടി ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ. ഒന്ന് ഈ ഒരു കളറിലുള്ള ചവിട്ടിയാണ്. അപ്പോൾ ഈ ഒരു ചവിട്ടി ഞാൻ ഉണ്ടാക്കിയപ്പോൾ കണ്ടില്ലേ, സെയിം നൂലാണ് ഉപയോഗിച്ചിട്ടുള്ളത്. അപ്പോൾ സെയിം നൂല് ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കിതിങ്ങനെ പുറമേക്ക് എടുത്ത് കാണിച്ചില്ല കേട്ടോ. അപ്പോൾ ഇതേപോലെ ഞാൻ തയ്ച്ച് എടുത്തിട്ടുണ്ട്. അങ്ങനെ 2 ചവിട്ടി ഞാൻ ഇതേപോലെ ഉണ്ടാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങളും ഇതേപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കട്ടോ. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്കൊക്കെ തന്ന് സപ്പോർട്ട് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബൊക്കെ ചെയ്ത് കൂട്ടാകുക കേട്ടോ. അപ്പോൾ നമുക്കിനി അടുത്തൊരു പുതിയൊരു വീഡിയോയിൽ വീണ്ടും കാണാം. അതുവരേക്കും എല്ലാവർക്കും ബായ്.